പ്രിയ പ്രേക്ഷകർ, ഞാനിപ്പോൾ ഉള്ളത് എളമരം ഇരട്ടമയി റോഡിലെ മപ്പുറം മുട്ടുങ്കൽ ചീക്കപ്പള്ളി തോടിനാണുള്ളത്. ഇവിടെ അപകട വളവ് ആണ്. അതോടൊപ്പം തന്നെ ഈ അപകട വളവിന് ഈ തോടിന് കുറുകെ ഒരു കൈവരി സ്ഥാപിക്കാത്തത് വൻ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. എന്നോടൊപ്പം മൻസൂർ ഉണ്ട്. മൻസൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കും. ഈ എളമരം ഇരട്ടമയി റോഡ് ഒന്നാം ഘട്ട ടാറിങ് കഴിഞ്ഞതോടുകൂടി വാഹനങ്ങളുടെ എണ്ണം അനിശ്ചിതം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രദേശവാസിയായ മൻസൂർ നമ്മളൊപ്പം ശരിയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയുക? കൈവരി നിർബന്ധമായിട്ടും ഇവിടെ ഇത് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് അപകട മേഖലയാണിത്. ഇത് ഇവിടെ അധികാരികൾ ഇത് കണ്ണു തുറന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഈ ഭാഗത്ത് നിരവധി വാഹനങ്ങളാണ് റോഡ് നന്നായ ഈ ഘട്ടത്തിൽ ഇതിലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൈവരി എന്ന് പറഞ്ഞ സാധനം ഈ ഭാഗത്തൊന്നും ഇവിടെ കാണില്ല. നാട്ടുകാരെ ഞങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ആദ്യമാണ്. എപ്പോഴും അപകടം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം ഈ റോഡിന്റെ വർക്ക് അവസാന ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം ഘട്ടം ടാറിങ് കഴിഞ്ഞു അല്ലേ? ഒന്നാം ഘട്ടം ടാറിങ് കഴിഞ്ഞ് രണ്ടാം ഘട്ടം ഇനി വരാൻ നിൽക്കുകയാണ്. അതിന്റെ രണ്ടാം ഭാഗമായി നടക്കാൻ സമയത്ത് ഇതും കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് കണ്ടാരാ ഇത് ഇവിടെ പ്രദേശവാസികളെ ഞങ്ങളൊക്കെ ഇവിടെ കാണാണ്. ഈ വളവ് ഇതൊരു ടേണിംഗ് ആണ്. ഇതിലെ വരുന്ന സമയത്ത് വണ്ടി ഒന്ന് തെന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോട്ടിക്കാണ് വീണ്. ഈ തോട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടുമെന്ന് തോന്നില്ല. അത്ര ആഴത്തിലാണ് ഇപ്പൊ ഇത് കിടക്കുന്നത്. ആ ഭാഗത്ത് കരിങ്കല്ല്, ഈ ഭാഗത്താണെങ്കിൽ കരിങ്കല്ല്, തലപൊട്ടി മരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു മരണം മുന്നിൽ കണ്ടിട്ട് ഇത് എടുത്തിട്ട് കാര്യമില്ല. അതിന്റെ മുമ്പ് ഈ റോഡ് പണിയോട് കൂടി ഇതും കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ രണ്ടാം ഘട്ട പണി പൂർത്തിയാകുന്നതിന് മുന്നേ കൈവരി സ്ഥാപിക്കണം. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ അപകട വളവ് എന്ന ഒരു ബോർഡും അതോടൊപ്പം തന്നെ വേസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അതെ, അങ്ങനെ ഒരു പരാതി ഉണ്ട്. ഇതിന്റെ ഈ വെള്ളത്തിന്റെ ഇവിടെ ജനങ്ങൾ ഇവിടെ വേസ്റ്റ് കൊണ്ടുപോയി നടക്കാണ്. അതിനെതിരെ ശക്തമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം.